ഹായ്, ടീച്ചേഴ്സ് വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഇന്ന് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ റിന്യൂവൽ എങ്ങനെ നടത്താം എന്നുള്ളതിനെ കുറിച്ചാണ് ഈ വീഡിയോ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. കൂടാതെ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. ഒരു വാഹനം പുതിയതായി രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ രജിസ്ട്രേഷൻ ഡേറ്റ് തൊട്ട് 15 വർഷത്തേക്കാണ് അതിൻ്റെ ടാക്സ് എടുക്കുന്നതും അതിൻ്റെ രജിസ്ട്രേഷൻ വാലിഡിറ്റിയും ഉണ്ടാകുക. അപ്പോൾ 15 വർഷം തികയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ടാക്സും തീർന്നിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ഇവിടെ രജിസ്ട്രേഷൻ വാലിഡിറ്റി തീരുന്ന സമയം തന്നെ അല്ലെങ്കിൽ അതിനു മുമ്പ് തന്നെ നമ്മളത് പുതുക്കിയിട്ടില്ല എങ്കിൽ ഭീമമായ ഫൈൻ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഒരു വാഹനം രജിസ്ട്രേഷന് അല്ലെങ്കിൽ ഈ രജിസ്ട്രേഷന്റെ വാലിഡിറ്റി തീർന്ന് അത് പുതുക്കുന്നതിനായി കൊണ്ടുവരുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ പുതിയതായി ഒരു വാഹനം വാങ്ങി രജിസ്ട്രേഷൻ നടത്തുന്ന അതേപോലെ തന്നെ നമ്മളുടെ വാഹനം നമ്മൾ RTO ഓഫീസിൽ കൊണ്ടുപോയി അവിടെയുള്ള ഒരു അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഈ വാഹനം പരിശോധിച്ച് അത് റോഡിൽ ഇറക്കി ഓടിക്കാൻ പര്യാപ്തമായ കണ്ടീഷനിലാണെന്ന് ഒരു റിപ്പോർട്ട് കൊടുത്താൽ മാത്രമേ നിങ്ങളുടെ ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ RTO പരിഗണിക്കുകയുള്ളൂ. അപ്പോൾ ഈ വാഹനം നമ്മൾ രജിസ്ട്രേഷന് വേണ്ടി കൊണ്ടുവരുന്നതിന് തൊട്ടു മുൻപായി ആ വാഹനത്തിൻ്റെ അതിൻ്റെ കണ്ടീഷൻ നമ്മൾ ഒരുവിധം നല്ല കണ്ടീഷനിലേക്ക് ആക്കി മാറ്റാനുള്ള ഒരു നടപടി നമ്മൾ സ്വീകരിക്കണം. അതൊരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ ഒരു നല്ല ഒരു വാട്ടർ സർവീസിങ് എല്ലാം നടത്തിയതിന് ശേഷം അതിൻ്റെ പെയിൻറ്റ് ഏതെങ്കിലും സ്ഥലത്ത് പെയിൻറ്റ് സ്ക്രാച്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ശരിയാക്കി ഒരു ടച്ച് ആൻഡ് പോളിഷ് പോലെ ഒരു പെയിന്റിംഗ് വർക്ക് ആദ്യം നടത്തുക. കൂടാതെ ഏതെങ്കിലും ലൈറ്റുകൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെയോ മറ്റോ ഗ്ലാസ്സുകളെല്ലാം പൊട്ടിപ്പോവുകയോ പഴകി ദ്രവിച്ച ഒരവസ്ഥയിൽ മറ്റാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ശരിയാക്കുക. പിന്നെ അതുകൂടാതെ നമ്മുടെ എല്ലാ ലൈറ്റുകളും ശരിയാവണ്ണം അത് കത്തുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാക്കുക. ഹാൻഡ് ബ്രേക്ക്, ടയറുകളുടെ എല്ലാം ട്രെഡ് എല്ലാം ശരിയാണെന്ന് എല്ലാം ഉറപ്പാക്കി അതിനുശേഷം വേണം നമ്മൾ ഈ വാഹനം രജിസ്ട്രേഷന് വേണ്ടിയിട്ട് RTO ഓഫീസിലേക്ക് കൊണ്ടുപോകാനായിട്ട്. നമുക്ക് ഈ രജിസ്ട്രേഷൻ റിന്യൂവൽ ഓൺലൈനിൽ കൂടി ചെയ്ത് അതിൽ ഫീസ് അടച്ചതിന് ശേഷം ആ കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ നമ്മൾ അവിടേക്ക് ഒരു ടോക്കൺ വഴി ഒരു ടോക്കൺ കൂടി എടുത്തിട്ട് വേണം നമ്മൾ ഈ രജിസ്ട്രേഷൻ റിന്യൂവലിന് വേണ്ടിയിട്ട് RTOയെ സമീപിക്കാനായിട്ട്. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ ഓൺലൈൻ പ്രോസസ്സ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗൂഗിൾ ബ്രൗസറിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ വെഹിക്കിൾ റിലേറ്റഡ് സർവീസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. പിന്നീട് കാണുന്ന വിൻഡോയിൽ അതർ സ്റ്റേറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആകുന്ന വാഹൻ സിറ്റിസൺ സർവീസിൻ്റെ പേജ് കാണാം. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം മാത്രം പ്രൊസീഡ് ചെയ്യുക. അതിനായി അപ്ലോഡ് മൊബൈൽ നമ്പർ എന്ന ചുവന്ന സ്ട്രിപ്പിൽ ക്ലിക്ക് ചെയ്ത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ വലതുഭാഗത്ത് എൻ്റർ യുവർ രജിസ്ട്രേഷൻ നമ്പർ എന്ന ഭാഗത്ത് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഗ്യാപ്പുകൾ ഒന്നുമില്ലാതെ ടൈപ്പ് ചെയ്യുക. വെൽക്കം ഡയലോഗ് ബോക്സ് വരുന്നത് വായിച്ച് കൺഫേം ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് കാണുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരള എന്ന വിൻഡോയിൽ കുറേ ഐക്കൺസ് കാണാം. പല വിധത്തിലുള്ള രജിസ്ട്രേഷൻ സംബന്ധമായ സർവീസസിൻ്റെ ലിസ്റ്റ് ആണത്. അതിൽ മൂന്നാമത്തെ നിരയിൽ നടുക്കായി കാണുന്ന പച്ച ഐക്കണിൽ റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ രജിസ്ട്രേഷൻ നമ്പർ കൂടാതെ ചേസിസ് നമ്പറിൻ്റെ അവസാന അക്കങ്ങൾ ഇവ ടൈപ്പ് ചെയ്ത്
വാലിഡേറ്റ് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് എന്ന കടും നീല ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വെരിഫൈ ചെയ്യുന്നതിനായി ജനറേറ്റ് OTP എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. OTP വരുന്ന മുറയ്ക്ക് OTP സെൻഡ് ചെയ്തു എന്ന് കാണിക്കുന്ന ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്ത് OTP ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് റിന്യൂവൽ ഓഫ് രജിസ്ട്രേഷൻ ഓഫ് വെഹിക്കിൾ എന്ന പേജിൽ നിങ്ങളുടെ വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ സംബന്ധമായ എല്ലാ വിവരങ്ങളും ചേർത്തിട്ടുള്ളതായ ഒരു പേജ് കാണാം. അതിൽ കാണിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ RCയുമായി ഒത്തുനോക്കാവുന്നതാണ്. താഴെ ഭാഗത്തായി ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് കാണാം. അത് ഓൾറെഡി അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് ചേർക്കാം. നിങ്ങളുടെ ഇൻഷുറൻസിൻ്റെ ടൈപ്പ് എന്ന സ്ഥലത്ത് നിങ്ങളുടെ ഇൻഷുറൻസ് പോളിസിയുടെ മുകൾ ഭാഗത്തായി തേർഡ് പാർട്ടി എന്നോ ലയബിലിറ്റി എന്നോ എന്നുള്ളത് നോക്കി തിട്ടപ്പെടുത്തിയിട്ട് വേണം ഇൻഷുറൻസ് എൻ്റർ ചെയ്യാൻ. ഈ പേജിൽ ഏറ്റവും താഴെയായി ഫീസ് പാനലിൽ 300 രൂപ ഫീസും 60 രൂപ സർവീസ് ചാർജും എന്ന് കാണാം. ഇവിടെ രജിസ്ട്രേഷൻ നടത്താൻ വൈകിട്ടുണ്ടെങ്കിൽ ഭീമമായ പിഴയും അതുകൂടാതെ ഓരോ മാസവും 300 മുതൽ 500 രൂപ വരെ പിഴയും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കണ്ടാൽ നിങ്ങൾക്ക് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. ഫീസ് നോക്കി ഉറപ്പാക്കിയതിന് ശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ കൺഫേം പേയ്മെൻറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്കും പിന്നീട് അവിടെ ക്ലിക്ക് ചെയ്ത് ട്രഷറി സെലക്ട് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്താൽ ഫീസ് നെറ്റ് ബാങ്കിംഗ് വഴിയോ ഡെബിറ്റ് കാർഡ് വഴിയോ മറ്റേതെങ്കിലും സംവിധാനം ആ പേജിൽ നിന്ന് തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. പേയ്മെൻറ്റ് പൂർത്തിയായാൽ ഒരു ഫീസ് റെസിപ്റ്റ് ലഭിക്കുന്നതും പിന്നീട് ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനുള്ള പേജസും വരുന്നതാണ്. പിന്നീട് ഫോം 25 അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ പൂരിപ്പിക്കാത്ത ഇടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം പൂരിപ്പിച്ച് ഒപ്പിട്ട് ആ ഫോമും ഫീസ് റെസിപ്റ്റും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, നിലവിലുള്ള രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഇൻഷുറൻസും പൊല്യൂഷൻ അണ്ടർ കൺട്രോൾ സർട്ടിഫിക്കറ്റ്, അതായത് പുക മലിനീകരണം നടത്തുന്നില്ല എന്നുള്ള ആ സർട്ടിഫിക്കറ്റും ഇവയോടൊപ്പം ഒരു സെൽഫ് അഡ്രസ്ഡ് സ്റ്റാമ്പ്ഡ് എൻവലപ്പ് അതുകൂടി അറ്റാച്ച് ചെയ്ത് വാഹനവുമായിട്ട് RTO ഓഫീസിൽ വാഹന പരിശോധനയ്ക്കായിട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഈ ലോക്ക്ഡൗൺ കാരണം അവിടുത്തെ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളതിൽ ടോക്കൺ വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റിലേക്ക് ടോക്കൺ കൂടി എടുത്തിരിക്കേണ്ടതാണ്. ഈ ടോക്കൺ സംവിധാനം അറിയാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടോക്കൺ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കാണാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം ആധാർ കാർഡിൻ്റെ ഒരു കോപ്പി കൂടി എടുത്ത് അതിൽ നിങ്ങൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് അത് വയ്ക്കേണ്ടതാണ്. ഇന്ന് അനവധി ആളുകൾക്ക് ഈ രജിസ്ട്രേഷൻ റിന്യൂവലിൻ്റെ ഈ പ്രോസസ്സ് ഉപകരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വാഹന സംബന്ധമായ ഇടുന്ന എല്ലാ വീഡിയോസും ലഭിക്കുന്നതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ഓൾ എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് എൻ്റെ പുതിയ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ശുഭയാത്ര നേർന്നുകൊണ്ട് ഞാൻ തങ്കച്ചൻ.